ആചരാമജീവനെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വാസ്തുശാസ്ത്രമനുസരിച്ച് നമ്മുടെ വീടുകളിൽ നാം നടുന്ന ചെടികൾക്ക് അവയുടെ ദിശയ്ക്ക് അനുസരിച്ച് വളരെയേറെ പ്രാധാന്യം ഉണ്ട്. അപ്രകാരം നോക്കുമ്പോൾ ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് തെക്ക് പടിഞ്ഞാറേ മൂല, അതല്ലെങ്കിൽ കന്നിമൂല എന്ന് പറയുന്നത്. എത്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന ഭവനമാണെങ്കിലും ചില ചെടികൾ കന്നിമൂലയിൽ നട്ട് വളർത്തുകയാണെങ്കിൽ സാമ്പത്തികമായ ഉയർച്ചയ്ക്കും കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കുള്ള നേട്ടങ്ങൾക്കും കാരണമാകുന്നു. ഇവർക്കെല്ലാം, ഈ കുടുംബത്തിലുള്ളവർക്കെല്ലാം നല്ല ആരോഗ്യ രീതിയും മനസ്സമാധാനവും നല്ല രീതിയിലുള്ള കുടുംബ അന്തരീക്ഷവും ഉണ്ടാവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള 3 ചെടികളെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ 3 ചെടികളെ പറ്റിയും അവ നടുന്നതിന് മുൻപായി കന്നിമൂലയിൽ നിങ്ങൾ പാലിക്കേണ്ട ചില വസ്തുതകളെ പറ്റിയുമൊക്കെയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വാസ്തുശാസ്ത്രമനുസരിച്ച് കാലാകാലങ്ങളായി ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം നൽകി പോരുന്ന ഈ കന്നിമൂല എന്ന ഭാഗം ഭരിക്കുന്നത് അസുരനാണ്. അതിനാൽ തന്നെ കന്നിമൂലയിൽ നാം ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും ആ വീടിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ദോഷങ്ങൾ വന്നു ചേരാൻ ഇടയാക്കും. ഒരു വീടിൻ്റെ കന്നിമൂലയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കന്നിമൂലയിലെ വൃത്തി എന്ന കാര്യം. അതായത് നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ കിടപ്പുമുറിയാണ് വരുന്നതെങ്കിലും, അതല്ല മറ്റേതെങ്കിലും ഭാഗത്താണ് കന്നിമൂലയായി വരുന്നതെങ്കിലും അവിടെ വളരെയേറെ വൃത്തിയോടെ സൂക്ഷിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കന്നിമൂലയിലാണ് കിടപ്പുമുറി വരുന്നതെങ്കിൽ ആ കിടപ്പുമുറി ആ വീട്ടിലെ ഗൃഹനാഥനും ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതല്ല, വിവാഹം കഴിഞ്ഞ മക്കളുണ്ടെങ്കിൽ ആ നവദമ്പതികളായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർക്കും ജീവിതം ആരംഭിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് വീടിൻ്റെ കന്നിഭാഗത്തുള്ള കിടപ്പുമുറി. കാരണം കന്നിമൂലയിൽ നിർമ്മിച്ചിരിക്കുന്ന കിടപ്പുമുറിയിൽ താമസിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരവും സമാധാനപരവുമായിരിക്കുമെന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു കാരണവശാലും കന്നിമൂലയിലെ കിടപ്പുമുറി ഒഴിച്ചിടുവാൻ പാടില്ല എന്നുള്ളത്. ഇപ്രകാരം കന്നിമൂലയിലെ കിടപ്പുമുറി ഉപയോഗശൂന്യമായി ഒഴിച്ചിടുകയാണെങ്കിൽ ആ വീട്ടിലെ വ്യക്തികൾക്ക് കാര്യതടസ്സങ്ങൾ ഉണ്ടാകാനും മാനസികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുമുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ ഒരു കാരണവശാലും ജലം കെട്ടി നിൽക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് മഴവെള്ള സംഭരണി, സെപ്റ്റിക് ടാങ്ക്, കിണർ ഇവയൊന്നും പാടുള്ളതല്ല. ചില വീടുകളിൽ കന്നിമൂലയിൽ വേസ്റ്റ് വെള്ളം പോകാനുള്ള ചാലുകൾ ഉണ്ടാക്കുന്നത് കാണാം. എന്നാൽ ഒരു കാരണവശാലും ഇതുപോലെ വൃത്തിയില്ലാത്ത ജലമാണെങ്കിലും ശുദ്ധമായ ജലമാണെങ്കിലും കന്നിമൂലയിലൂടെ ഒഴുകാൻ പാടുള്ളതല്ല. അതുപോലെ പല വീടുകളിലും കാണുന്ന ഒരു തെറ്റാണ് കന്നിമൂലയിലേക്കൂടെ ആയിരിക്കും ആ വീട്ടിലേക്കുള്ള വഴി വെട്ടുന്നത്. ഇതിൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് കന്നിമൂല എന്ന് പറയുന്നത് എപ്പോഴും ഉയർന്നു നിൽക്കേണ്ട ഒരു ഭാഗമാണ്. അത് നിങ്ങൾ വെട്ടിത്താഴ്ത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ ഒരു തരത്തിലുള്ള ഉയർച്ചയും മനസ്സമാധാനവും കുടുംബ ഐക്യവും ഒന്നും തന്നെ ഉണ്ടാകുകയില്ല. വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളും കുടുംബ കലഹങ്ങളുമൊക്കെയായിരിക്കും ആ വീടിൻ്റെ ഫലമായി ലഭിക്കുന്നത്. അതുപോലെ ഇനി കന്നിമൂലയിൽ വയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ, ഭാരമുള്ള വസ്തുക്കളൊക്കെ കന്നിമൂലയിൽ വയ്ക്കുന്നത് വളരെ ഉത്തമമാണ്. ഭാരമുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ വലിയ അലമാരയും വലിയ കട്ടിലുകളൊക്കെ ഈ കന്നിമൂലയിൽ വരുന്ന മുറികളിൽ ഇടുന്നത് ഉത്തമമാണ്. അതുപോലെ തന്നെ കന്നിമൂലയിൽ ഇട്ടിരിക്കുന്ന അലമാരയിൽ ധനം, അതുപോലെ പണം, സ്വർണം ഇവയെല്ലാം വയ്ക്കുന്നത് നിങ്ങളുടെ ഭവനത്തിലേക്ക് ധനം ആകർഷിക്കുവാനുള്ള ഒരു ഉപായം തന്നെയാണ്. അതുപോലെ തന്നെ കന്നിമൂലയിലുള്ള അലമാരയിൽ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങളൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ അതൊരു ചുവന്ന പട്ടിൽ ചുറ്റി സൂക്ഷിക്കുന്നതാണ് കൂടുതൽ ഉത്തമം.
എന്ന് വാസ്തുശാസ്ത്രം പറയുന്നു. അപ്രകാരം പവിത്രതയോടുകൂടി അത് സൂക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് കൂടുതൽ ധനവരവിനെ അത് സഹായകമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് സമ്പത്തിനെ ആകർഷിക്കുന്ന 3 ചെടികളെപ്പറ്റി പറയുന്നതിന് മുൻപായി ഇത്രയും കാര്യങ്ങൾ പറയുവാൻ കാരണം, മുൻപ് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനോടൊപ്പം തന്നെ ഈ ചെടികളും കന്നിമൂലയിൽ വളരുമ്പോൾ അതിൻ്റേതായ ഗുണഫലങ്ങൾ ഇതിലേക്ക് ലഭിക്കുകയുള്ളൂ. ഇനി കന്നിമൂലയിൽ കിടപ്പുമുറിയല്ല വരുന്നതെങ്കിൽ പോലും നിങ്ങൾ മാലിന്യങ്ങളും ചപ്പുചവറുകളും ഒന്നും ഇല്ലാതെയാക്കി, ആ കന്നിമൂലയിൽ അതെല്ലാം ഇല്ലാതെയാക്കി വേണം ഇപ്രകാരം ചെടികൾ നടുവാൻ. ഇനി കന്നിമൂലയിൽ നടേണ്ട ചെടികളെപ്പറ്റി നോക്കാം. കന്നിമൂലയിൽ ഏറ്റവും അധികം തഴച്ച് വളരുന്നതിനെ തുടർന്ന് നിങ്ങളുടെ ഭവനത്തിലേക്ക് സമ്പത്തും സമൃദ്ധിയും എത്തിക്കുന്നതിനുള്ള ഒരു ചെടി എന്ന് പറയുന്നത് മഞ്ഞളാണ്. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും കുറച്ചിലുകൾക്കുമൊക്കെ ഇപ്രകാരം കന്നിമൂലയിൽ മഞ്ഞൾ വളരുന്നതിലൂടെ അകന്നു പോകും എന്നാണ് വാസ്തുശാസ്ത്ര പ്രകാരം പറയുന്നത്. അതിനാൽ കന്നിമൂലയിൽ നിങ്ങൾ ഇതുവരെ മഞ്ഞൾ നട്ടുവളർത്തിയിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ മഞ്ഞൾ ചെടികൾ നട്ടുവളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി രണ്ടാമതായിട്ട് നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ നടുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ചെടി നന്ദ്യാർവട്ടമാണ്. ഇത്രയേറെ പോസിറ്റീവ് എനർജി ഒരു വീട്ടിലേക്ക് ആകർഷിക്കുവാൻ കഴിവുള്ള ഒരു ചെടി വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ചെടികൾ നല്ല രീതിയിൽ വളരുകയും പൂവിടുകയും ഒക്കെ ചെയ്യുന്നതിനനുസരിച്ച് ആ വീട്ടിലെ ഉയർച്ചകളും സമ്പൽ സമൃദ്ധിയുമെല്ലാം അധികരിക്കുന്നതായിട്ടാണ് വാസ്തുശാസ്ത്ര പ്രകാരം പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ ഏറ്റവും ഉത്തമമായിട്ട് നടുവാൻ കഴിയുന്ന ഒരു ചെടിയാണ് മുക്കുറ്റി. മഞ്ഞ നിറമുള്ള പൂക്കൾ വിടരുന്ന ഈ ചെടി പോസിറ്റീവ് ഊർജത്തിൻ്റെ കലവറയാണ്. നിങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന കണ്ണേറ്, ശത്രുദോഷം എന്നിവയൊക്കെ ഉള്ളതിൽ നിന്നും മുക്തി നേടുവാനും ഈ ചെടികൾ കന്നിമൂലയിൽ വളരുന്നത് സഹായകമാകും. മാത്രവുമല്ല, നന്ദ്യാർവട്ടവും മുക്കുറ്റിയും മഞ്ഞളും ഒരുമിച്ച് നിങ്ങളുടെ വീടുകൾ വളരുമ്പോൾ അതിൻ്റെ ഗുണഫലങ്ങൾ ഇരട്ടിക്കുമെന്നത് ആണ് വാസ്തവം. വീട്ടിലേക്ക് ഇത്രയധികം പോസിറ്റീവ് ഊർജം ആകർഷിക്കപ്പെടുകയും നിങ്ങളുടെ ഭവനങ്ങളിലെ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം ലഭിക്കുവാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.